ഹലോ, നമ്മളുടെ സ്നേഹ ഓർഗാനിക് ഫാമിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സത്യത്തിൽ ഞാൻ കുറച്ച് തിരക്കും പിന്നെന്താ എൻ്റെ എന്നത്തെയും പോലെയുള്ള മടിയൊക്കെ കാരണം കൊണ്ട് ഞാൻ ഈ ബാക്കി ഭാഗം ഇടാനായിട്ട് മറന്നുപോയി സത്യത്തിൽ. അപ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയുന്ന പോലെ എൻ്റെ ഈ വീഡിയോ ഇടാനുള്ള സമയം ഇപ്പോഴാണ് ആയദാസ. അപ്പോൾ നമ്മുടെ ദാബി ഉണ്ടോ, ഇപ്പോഴത്തെ കാലത്ത് എവിടെയെങ്കിലും കാണാൻ പറ്റും ഇതുപോലെ തൊഴുത്തിലിരുന്ന് പശുവിനെയൊക്കെ കെട്ടിപ്പിടിച്ച് വർത്തമാനം പറയണ കുട്ടികളെ. അതിനൊക്കെ നമ്മുടെ അബി നല്ല മിടുക്കനാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് നോക്ക്, നല്ല നീളത്തിൽ ഭയങ്കര മധുരമായിട്ട് ഉണ്ടാവുന്ന ഒരു തരം മൾബറിയാണ്. ഭയങ്കര മധുരമാണ് കേട്ടോ. ഇത് ഞാൻ അവിടെ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അവിടെ അത് അത്രയും പഴുത്തുണ്ടായിരുന്നില്ല. പക്ഷെ ഖത്തറിൽ വെച്ച് ഞാൻ നമ്മളുടെ ഒരു ഫ്രണ്ട് നിഷാദിക്ക കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര മധുരമാണ്. അങ്ങനത്തെ ഗ്രീനും യെല്ലോയും ഉണ്ടെന്നാണ് മൃദു പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ബാക്കി നമ്മളുടെ അവിടെയുള്ള മരങ്ങളിൽ എല്ലാം ഫ്രൂട്ട്സും ഇത് പിന്നെ മൃദു തന്നെ ബഡ് ചെയ്ത് വെച്ചേക്കുന്ന കുറ്റിക്കുരുമുളകാണ് കേട്ടോ. അതിലെല്ലാം നിറയെ കുരുമുളക് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് വേറെ ഏതൊരു മരത്തിലാണ് ബഡ് ചെയ്തേക്കണേ. ആശാത്തി തിപ്പല്ലി എന്നോ മറ്റോ തോന്നുന്നുണ്ടോ മരത്തിൻ്റെ പേര് പറഞ്ഞത്. ആ മരത്തിലാണ് ഇത് ബഡ് ചെയ്ത് വെച്ചേക്കണേ. എനിക്ക് കറക്റ്റ് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ടോ. അപ്പോൾ ഇത് നിറയെ കുരുമുളക് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സ്ഥലമുള്ളവർക്കും പിന്നെ മരങ്ങളൊന്നും വെച്ച് അതിൽ പടർത്തി വിടാനൊന്നും പറ്റാത്തവർക്കൊക്കെ ഇങ്ങനെയുള്ള കുരുമുളകുകൾ, അല്ലെങ്കിൽ വീട്ടിലാവശ്യത്തിനാണെങ്കിൽ അത്യാവശ്യം നമുക്ക് നിന്നുകൊണ്ട് പറിച്ച് പച്ചക്കുരുമുളകൊക്കെ ഇട്ടുള്ളതൊക്കെ വെക്കാനൊക്കെയാണ് നല്ല എളുപ്പം പറ്റണ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നി. അല്ല മറ്റേ മരങ്ങളിലൊക്കെ പടർത്തിയിട്ടുള്ളതൊക്കെ ആകുമ്പോൾ അതിൽ കയറി പൊട്ടിക്കാൻ ആളെ തപ്പണം, അങ്ങനെ കുറേ പരിപാടികളുണ്ടല്ലോ. ഇതാകുമ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അതാ കണ്ടോ, അതങ്ങനെ ബഡ് ചെയ്ത് വെച്ചേക്കാണ്. ആ ഒരു മരത്തിൻ്റെ ശാഖയമേ തന്നെ ഇങ്ങനെ ബഡ് ചെയ്ത് നിർത്തിയേക്കാണ് കുരുമുളകിൻ്റെത്. എല്ലാത്തുമ്മേലും നിറയെ കുരുമുളക് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വെക്കാൻ പറ്റുന്നവർ, അതായത് കുറച്ച് സ്ഥലം ടെറസിൻ്റെ മുകളിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നവർക്കൊക്കെ ഏറ്റവും എളുപ്പം പറ്റണ ഒരു പരിപാടിയാന്ന് തോന്നുന്നുണ്ട് ഈ കുറ്റിക്കുരുമുളക്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇത് അബിയു എന്ന് പറയണ മരാന്ന് തോന്നുന്നു. അത് പച്ചയാണ്. ഇത് പഴുക്കുമ്പോൾ നമുക്ക് തരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് ഇത് പച്ചയായിരുന്നു. ഇത് ചെറുതാണ് കേട്ടോ. ഇത് നല്ല വലുതാവുന്ന അത്യാവശ്യം നല്ല വലുപ്പം വെക്കണൊരു ഫ്രൂട്ടാണ്. അബിയു എന്നാണ് പേര് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ പിന്നെ ഈ ഒരു ഇതിൻ്റെ പേരെന്താ, ഡ്രാഗൺ ഫ്രൂട്ട്. അത് പല വെറൈറ്റിയിലുള്ള പല കളേഴ്സിലൊക്കെ ആയിട്ടുള്ള ഇതാണ്. ഈ താഴെയുണ്ട്. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ടെറസിൻ്റെ മുകളിലെല്ലാം വെച്ചത് കാട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെയൊക്കെ തന്നെ ബാക്കി ഇതുകളാണ് കേട്ടോ. ഇവിടെ എല്ലാം താഴെയെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ റംബുട്ടാൻ പലതരത്തിലുള്ളതുണ്ട്. പിന്നെ ഏതൊക്കെയോ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന പലതരത്തിലുള്ള ഫ്രൂട്ട്സുകൾ ഇവിടെയുണ്ട്. ഇതെല്ലാം നല്ല പടർന്ന് നല്ല വലുതായി നിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടുകളാണ് കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ ചിക്കു അല്ലെങ്കിൽ സപ്പോട്ട എന്നൊക്കെ പറയുന്നത്. ഇത് പെട്ടെന്ന് തന്നെ വളർന്ന് നല്ല തണൽ കിട്ടും. ആ ഒരു മരം ഉണ്ടായാൽ തന്നെ അത്യാവശ്യം മുറ്റത്ത് നല്ല തണലാവും. അങ്ങനെ ഇതെല്ലാം ഇതുപോലെ തന്നെ പല രാജ്യങ്ങളിൽ നിന്ന് എന്നിട്ട് ജംബൂട്ടിക്കോ അങ്ങനെ എന്തൊക്കെയോ, ഞാൻ സത്യത്തിൽ ഇപ്പോൾ കുറേ നാളായതുകൊണ്ട് പേരുകളൊക്കെ മറന്നുപോയി. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മൃദു കറക്റ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഇത് വെരിഗേറ്റഡ് ലെമൺ അങ്ങനെ എന്താണ് കണ്ടോ, അതിൻ്റെ എല്ലാം കണ്ടോ വൈറ്റ് കളറോട് കൂടിയിട്ടുള്ളതാണ്. ഒരു ബോർഡർ ലൈൻ വൈറ്റ് ആക്കി കൊടുത്തേക്കണം. അതിനെ വെരിഗേറ്റഡ് ലെമൺ എന്ന് പറഞ്ഞതാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഇതിനെക്കുറിച്ച് അവിടെ എനിക്ക് തോന്നുന്നത് അവർ വീട്ടിലെല്ലാവർക്കും ഏറ്റവും ചെറുതാണ് അവിടുത്തെ അബിക്ക് തുടങ്ങി അങ്ങോട്ട് അവരുടെ അച്ഛന് വരെ ഇതിൻ്റെ A to Z ഡീറ്റെയിൽസ് അറിയാം. അവർ അത്രയും ഇൻവോൾവ് ആയിട്ടാണ്, അവരുടെ ഫാമിലി ഫുൾ ഇതിലേക്ക് ഇൻവോൾവ് ആണ് കേട്ടോ. ഇത് കുറ്റിക്കുരുമുളക് അതുപോലെ ബഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ് മൃദു. പിന്നെ ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്, അതെല്ലാം ഇങ്ങനെ ഡ്രമ്മുകളിൽ വെച്ച് കണ്ടോ മുറ്റത്ത്. ഈ ഒരു കുരുമുളക് കണ്ടോ, ഇത് 1000 തിരി ഉണ്ടാവുന്ന പറയുന്നത്. ഇതിന്റെ പേര് ഞാൻ തെക്കൻ അല്ലേ, 1000 തിരി ഉണ്ടാവും കണ്ടോ. ഒരു ഇതുമ്മ തന്നെ കുറേ തിരികളോട് കൂടി ആ ഒരു കൊലയിൽ 1000 മണി ഉണ്ടാവും.
ഇതിനെക്കുറിച്ച് ഇവരെല്ലാവരും ഭയങ്കര കാര്യമായിട്ടാണ് കേട്ടോ നമുക്ക് പറഞ്ഞു തരുന്നത്. അത് കേൾക്കാൻ തന്നെ രസമുണ്ട്. അബിയൊക്കെ ഓരോ കാര്യങ്ങളും ഓരോ ചെടികളുടെ പേരാണേലും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്ന് പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. ഇത് നമ്മൾ അന്നേരം അവിടെ നിന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, കഴിഞ്ഞ വീഡിയോയിൽ കാട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ. അത് ആശാത്തി നമുക്ക് ജ്യൂസ് അടിച്ച് തന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ജ്യൂസ് അടിച്ച് കുടിക്കാനായിട്ട്. പിന്നെ ഇവിടെ എല്ലാം ഇങ്ങനെ ഡ്രമ്മിൽ പലതരത്തിലുള്ള ചെറികളും പിന്നെ ഇത് ഖത്തറിൽ നിറയെയുള്ള മരമാണ് കേട്ടോ. അത് ഇവിടെ ഒരു പച്ച പഴം എലഞ്ചിപ്പഴം അങ്ങനെ എന്തോ ഒരു പഴമാണ് നമ്മളുടെ ഇതിൽ പറയുക. അത് പക്ഷേ ഇപ്പോൾ അതിന് വേറെ പേരാണ് മൃദു പറയുന്നത്. പക്ഷെ അതിപ്പോൾ ഇവിടെ എല്ലാവിടെയും ഉണ്ട്, ഖത്തറിൽ എല്ലാവിടെയും ഉണ്ട്. പാർക്കിലൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ച കളറിലുള്ള പഴം കഴിക്കാൻ ടേസ്റ്റാണ്. പിന്നെ അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് നമുക്കിങ്ങനെ കണ്ടിട്ടും മതിയാവണില്ല. ഓരോ ചട്ടിയിലുള്ള ഓരോ ചെടികൾക്കും ഓരോ വിശേഷങ്ങളും പറയാനുണ്ടാവും. അവിടെ അവരോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും കെയറിങ്ങോട് കൂടിയിട്ടാണ് അവർ ഓരോ ചെടികളെയും നോക്കണത്. ഓറഞ്ചാണ്. അതുപോലെ തന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി നീങ്ങി വേറെ അവരുടെ പറമ്പിൽ നിറയെ കുരുമുളക് ഉണ്ടായി നിൽക്കുകയാണ്. അതായത് കുരുമുളകിന് ഭ്രാന്ത് പിടിച്ചതാണോ എന്ന് തോന്നും, അതുപോലെ നിറയെ കുരുമുളകാണ് അതും ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പം അവിടെ കുറേ സ്ഥലമുണ്ട്. ഞങ്ങൾ അവിടെ എല്ലാം നടന്നിങ്ങനെ കാണുമായിരുന്നു. ഫുൾ പച്ചപ്പായി ഇങ്ങനെ. പിന്നെ അവർ പറയണ കഥകളൊക്കെ കേട്ടിങ്ങനെ നടക്കാൻ തന്നെ നല്ല രസമാണ്. അപ്പം ഞങ്ങളിങ്ങനെ അവരുടെ അവിടെ നിന്ന് അടുത്ത് തന്നെയുള്ള അതായത് അവരുടെ പറമ്പിനോട് ചേർന്ന് തന്നെയുള്ള വേറൊരു പറമ്പിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ നമ്മളുടെ കല എന്ന് പറയുന്ന ചേച്ചിയുടെ വീട്ടിൽ നിറയെ ചെടികൾ കണ്ടത്. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മേനെ ഓർമ്മ വന്നിട്ട്. എൻ്റെ വീട്ടിലിതുപോലെ ഇപ്പം അധികമില്ല, അമ്മ പശുവിൻ്റെ പിന്നാലെ നടക്കുന്നത് കൊണ്ട്. നേരത്തെ വീട്ടിൽ നിറയെ ചെടികളുണ്ടായിരുന്നു, നിറയെ പൂക്കൾ. അമ്മയ്ക്കും അമ്മേരെ പശുക്കൾക്കും നടക്കാൻ വേണ്ടി മാത്രം വഴിയിട്ടിട്ട് ചെടികൾ വെച്ചുകൊണ്ടിരുന്ന ആളാണ് ഞങ്ങളുടെ അമ്മ. ഞങ്ങളൊക്കെ ചെല്ലുമ്പോഴാണ് വണ്ടികൾ മുറ്റത്തേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് സീസൺ പ്ലാന്റ്സ് ആയിരിക്കും ആശാത്തി വഴി സൈഡിലൊക്കെ വെച്ചിട്ടുണ്ടാവും. അതൊക്കെ പറിച്ച് കളഞ്ഞിട്ട് കാറിന് പോകാനുള്ള സ്ഥലം ഉണ്ടാക്കി തരും. അപ്പോൾ ഈ ചേച്ചീൻ്റെ വീട് കണ്ടപ്പോൾ, കലച്ചേച്ചീൻ്റെ വീട് പൂക്കളൊക്കെ നിൽക്കണ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് അമ്മേനെയാണ് കേട്ടോ ഓർമ്മ വന്നത്. പല വെറൈറ്റിയിലുള്ള എന്താ പറയുക ഓർക്കിഡും ഇതൊക്കെ ആയിട്ട് നിൽക്കണതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ചേച്ചിയുടെ മുറ്റത്തേക്ക് കിടക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്ലസൻറ്റ് ഫീല് തോന്നും കേട്ടോ. ചേച്ചീൻ്റെ പേരക്കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി കവറിട്ട് വെച്ചായിരുന്ന ചാമ്പയാണ്. അപ്പോൾ അത് മൃദു ഞങ്ങൾക്ക് കാട്ടി തരാൻ വേണ്ടി പറിച്ചപ്പം ഞങ്ങളോട് കഴിക്കാനും കൂടി എടുത്തോ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക്. അപ്പോൾ കുറേ ഞങ്ങൾ പറഞ്ഞു വേണ്ട കുട്ടികൾക്ക് കൊടുത്തോളാനൊക്കെ. ഞങ്ങളങ്ങനെ പറഞ്ഞെങ്കിലും അത് ടേസ്റ്റ് ചെയ്യണമെന്നും ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ചേച്ചി ഞങ്ങളുടെ മനസ്സറിഞ്ഞ് ഞങ്ങളോട് പൊട്ടിച്ചോളാൻ പറഞ്ഞ് ഞങ്ങളത് കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ചാമ്പയാണ് കേട്ടോ. മൃദു പൊട്ടിക്കണ ചാമ്പ പേരക്കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്. പക്ഷേ നമ്മൾക്ക് പൊട്ടിച്ച് തന്നു. നല്ല ടേസ്റ്റുള്ള ചാമ്പയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളതെല്ലാം ചാമ്പയെല്ലാം കഴിച്ച് അവിടെ പിന്നെ നമ്മൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെടിയും കൂടിയും കണ്ടിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിലില്ലേന്ന്. ഞാനവിടെ ആസ്വദിച്ച് ചാമ്പയൊക്കെ കഴിച്ച് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ ചെടി ഇതാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായി കാണാം ഈ ചെടി ഇത്രയും വലിയ ഇലയോട് കൂടിയിട്ട്. എന്തോ ഒരു പ്രത്യേകത ഉണ്ടായൊരു ചെടിക്ക്. അങ്ങനെ ചേച്ചിയുടെ മുറ്റവും നമ്മൾ നടന്ന് കണ്ടു. ഇങ്ങനെ വിശാലമായി അവിടുത്തെ ചെടികളും പൂക്കളും. ചേച്ചിയുടെ വിശേഷം ഇതാണ് കേട്ടോ. ചേച്ചിയുടെ വിശേഷങ്ങൾ. ചേച്ചീൻ്റെ ഹസ്ബൻഡ് എന്തോ മില്ലറ്റിൻ്റെ ബിസിനസ് അങ്ങനെ എന്താണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം കണ്ട് ചാമ്പയ്ക്കൊക്കെ പൊതിഞ്ഞ് വെച്ച് പേരക്കുട്ടികളെ വെയിറ്റ് ചെയ്തിരിക്കണം ചേച്ചീനെ ഞങ്ങൾ പോയി ശല്യം ചെയ്തു. അങ്ങനെ നിറയെ താമരക്കുളവും റോസാപ്പൂവൊക്കെ ആയിട്ട് ചേച്ചിയുടെ മുറ്റവും നിറയെ പച്ചപ്പോട് കൂടിയിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വീണ്ടും ഋതുവിൻ്റെ പറമ്പിലേക്ക് കടന്നു. അവിടെയാണെങ്കിൽ ചക്ക വേരുമെന്ന് കായ്ക്കുമെന്ന് പറയുന്ന പോലെ നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ചക്കേൻ്റെ സീസണും കൂടി അല്ലായിരുന്നു. പക്ഷെ എന്നിട്ടും നിറയെ ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നു നാട്ടിലെല്ലാവിടെയും ഉണ്ട് ഈ വിയറ്റ്നാം മേളി എന്ന് പറയണത്. എല്ലാവിടെയും നിറഞ്ഞ് ആ ഒരു പ്ലാവുണ്ട് തോന്നുന്നുണ്ട്.
നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. കുറേയൊക്കെ അവർ വെട്ടിക്കളയുമെന്ന് പറഞ്ഞു, ഇങ്ങനെ ബാക്കിയുള്ള ചക്കകൾ വലിപ്പം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കൊലയിൽ തന്നെ കുറേ എണ്ണമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ചെണ്ണത്തിനെ നിർത്തിയിട്ട് ബാക്കി എണ്ണത്തിനെ വെട്ടിക്കളയും, അങ്ങനെയാണെന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെയൊക്കെ കണ്ടോ കുരുമുളകിനെ അവരിതങ്ങനെ എനിക്ക് തോന്നുന്നു മറ്റേ സിമെൻറ്റിൻ്റെ പോസ്റ്റ് ഇട്ട് കൊടുത്തിട്ട്, സിമെൻറ്റിൻ്റെ കാലിട്ട് കൊടുത്തിട്ട് അങ്ങനെ ആ ഒരു നെറ്റിൽ പൊതിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതുമ്മ കൂടെ പടർന്നും നിറയെ കുരുമുളക് ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ വാഴയമ തന്നെ നിന്ന് പഴുത്തുകൊണ്ടിരിക്കണ നേന്ത്രക്കൊല കണ്ടോ. സാധാരണ ഇങ്ങനെ പഴുക്കണ കളർ വരെയൊന്നും വെച്ചുകൊണ്ടിരിക്കില്ല, നമ്മൾ വെട്ടി വെക്കാറുണ്ടല്ലോ, വെട്ടി അങ്ങനെ നിന്ന്, അല്ലാതെ ഇത് വാഴയമ നിന്ന് പഴുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പച്ചയിൽ തന്നെ വെട്ടി കൊണ്ടുവന്ന് വെച്ച് പഴുപ്പിക്കാറാണ് ചെയ്യുക. പിന്നെ ഇത് ലെയറിങ് ചെയ്തേക്കുന്നതാണ് ചാമ്പയമ. അപ്പോൾ ഇത് നല്ല മൂത്ത വലിയ കൊമ്പുമ്മലാണ് ആ ലെയറിങ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നേരെ കണ്ടത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ആ വേരുകളെല്ലാം വന്നേക്കണം ആ കവറിൻ്റെ ഉള്ളിൽ കൂടെ. എന്തോ ചാണകത്തിൻ്റെ എന്തൊക്കെയോ മിക്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ച് വേര് വരുമ്പോൾ അതിൻ്റെ കുറച്ച് താഴെയായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ചട്ടിയിലോ എവിടെയാണെന്നുണ്ടെങ്കിൽ ഡ്രമ്മിലോ എങ്ങനെയാണെങ്കിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കായ്കളുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഈ നഴ്സറിയിലൊക്കെ കാണുന്ന പെട്ടെന്ന് ചെറിയ മരത്തുമ്മലും കായ് ഉണ്ടായി നിൽക്കുന്നത് കാണുന്നത് ഇങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നായിരുന്നത്. പിന്നെ ഇങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടെ നിറയെ നടന്ന് ഇങ്ങനെ കാണുവാണ് കേട്ടോ. അവർക്കും ഭയങ്കര ഇഷ്ടം നമ്മളെ, അതായത് ഒരു 100 കൂട്ടം പണി ഉണ്ടാവും ആശാത്തിക്ക്, എന്നാലും നമ്മളെ കൊണ്ട് നടന്ന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കാട്ടിത്തരുന്നുണ്ടായിരുന്നു. അതാണ് മൃദു. അതിപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു അഭിയാണേലും അങ്ങനെ തന്നെ, പൊന്നു ആണേലും അങ്ങനെ തന്നെ. ഹരിയേട്ടൻ അവിടെ ഒഴിവില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഹരിയേട്ടനും അതൊക്കെ തന്നെ. ഇതിനെക്കുറിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടെ പപ്പായ ആണെങ്കിലും നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ പാചകമല്ല നട്ടുപിടിപ്പിച്ച കരിമ്പും തോട്ടത്തിൽ നിന്ന് കരിമ്പും കൂടി ഞങ്ങൾക്ക് പറിച്ചു തന്നിട്ടുണ്ടായിരുന്നു മൃദു. ഇതുണ്ടോ ഈ കരിമ്പാണ് നിറയെ നിൽക്കണത്. അതിൽ നിന്ന് കരിമ്പൊക്കെ വെട്ടിത്തന്ന് ഞങ്ങളതൊക്കെ കൊണ്ടാണ് പോകുന്നത് അന്ന് പോരുമ്പോൾ. എന്താല്ലേ സ്വന്തം പറമ്പിൽ തന്നെ കരിമ്പൊക്കെ കൃഷി ചെയ്ത് അതൊക്കെ കഴിക്കാനും വേണം ഒരു ഭാഗ്യം. ഇവിടെയെല്ലാം കുരുമുളകാണ് കേട്ടോ, നിറയെ കുരുമുളകാണ് ഇതിലെല്ലാം. പിന്നെ കുറേ ചെറുനാരങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ചെറുനാരങ്ങ എല്ലാം തോന്നുന്നു നാരങ്ങ, ഇങ്ങനെ അതിന് ചെറുതെന്ന് പറയാൻ പറ്റുമോ എന്നറിയാൻ പാടില്ല. ഇനി അത് വേറെ പേരാണോ എന്നൊന്നും അറിയില്ലല്ലോ. നമുക്ക് അങ്ങ് ആ ഷേപ്പിൽ കാണുന്നതെല്ലാം ചെറുനാരങ്ങയാണ്. പിന്നെ ഇപ്പുറത്ത് കപ്പ കൃഷിയുണ്ട്, പിന്നെന്താ പൈനാപ്പിൾ ഉണ്ട് അതിൻ്റെ ഇടയിൽ. അങ്ങനെ എല്ലാം നിറഞ്ഞാണ് ആ ഒരു സ്നേഹ ഓർഗാനിക് ഫാം നമുക്ക് കാണാൻ പറ്റുക. അല്ലാതെ കുറച്ചൊരു ഇത് മാത്രമൊന്നുമല്ല. അതായത് ഇങ്ങനെ ഒരു തോട് പോലത്തതുമേൽ കൂടെ നടന്ന് അടുത്ത പറമ്പിലേക്ക് കിടക്കുകയാണ്. വാഴത്തോട്ടത്തിൽ നിന്ന് ജാതിത്തോട്ടത്തിലേക്ക് നമ്മൾ കടന്നു. ഈ ജാതിക്കയ്ക്ക് ഒരു പ്രത്യേകത അവൾ പറഞ്ഞത് കണ്ടോ, വെള്ളത്തുള്ളിയുടെ പോലെയാണ് ആ ഒരു ജാതിക്കായൻ്റെ ഷേപ്പ്. അത് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കണ്ടോ വെള്ളത്തുള്ളി ഇങ്ങനെ വീഴുന്ന ആ ഒരു ഷേപ്പിലാണ്, ഡ്രോപ്പിൻ്റെ ഷേപ്പിലാണ് ആ ഒരു ജാതിക്കായ ഉണ്ടാവുക. അതുമൂലം നിറയെ കായ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ നോക്കുക നമ്മളുടെ പണ്ടത്തെ, ഞങ്ങളുടെ അവിടെ കനകാംബരം എന്നാണ് ഈ പൂവിനെ പറയുക. എനിക്കറിയില്ല ബാക്കിയുള്ളിടത്തൊക്കെ എന്താണ് ഇതിനെ പറയാമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇതെന്താണ്, കപ്പുണക്കാൻ വെച്ചിരിക്കുന്നതാണ്. മൃദുവിൻ്റെ അമ്മ അവിടെ മുറ്റത്ത് കപ്പുണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇങ്ങനെ കപ്പുണക്കാൻ വെക്കുന്ന പരിപാടിയൊന്നും ഞങ്ങളുടെ നാട്ടിലേക്ക് അങ്ങനെ ഇല്ല കേട്ടോ അധികം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണണേ. അപ്പോൾ സ്നേഹ ഓർഗാനിക് ഫാമിലെ കാഴ്ചകളെല്ലാം കണ്ട് എൻ്റെ കൂടെ യാത്ര ചെയ്ത് എല്ലാവർക്കും താങ്ക് യു.